ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സന്തോഷമുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇന്നലെ നമ്മുടെ ഈ റെസിപ്പീസ് അറ്റ് 3 minutes എന്ന് പറഞ്ഞ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ 3 ലക്ഷം മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടുള്ളത്. ചാനൽ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുക്കിംഗ് ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാന്നുള്ള എനിക്ക് അങ്ങനെ ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ എത്തുന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടക്കം മുതൽ ഇപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും അതെ ഒരുപാട് താങ്ക്സ്. ഇനി ഇവിടെ അങ്ങോട്ട് മുന്നോട്ട് പോകാനത് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പഴയതുപോലെ തന്നെ ഇനിയും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യലായിട്ട് ഒരു സ്വീറ്റിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുറഞ്ഞ ചേരുവകൾ മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മതി. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി എത്രയും പെട്ടെന്ന് റെസിപ്പി എങ്ങനെയാ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെക്കാം. നോൺ സ്റ്റിക്ക് പാത്രം കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുകയാണ് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് വായുവസ്ഥാനുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കുറച്ച് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്കൊരു 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ലിറ്റർ പാൽ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് അത്യാവശ്യം ഒരു 4 പേർക്കൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാവുക. വെള്ളം ചേർക്കാത്ത പാൽ വേണം എടുക്കാൻ. എപ്പോഴും നമ്മൾ ഇതുപോലുള്ള സ്വീറ്റും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ വേണം എടുക്കാൻ. ഇനി ആദ്യം നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട്, അതായത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. പിന്നെ പാല് തിളച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ മേലെ പാട വന്നിട്ട് നിൽക്കും. അതുപോലെ തന്നെ പാനിൻ്റെ സൈഡിലൊക്കെ അത് പാല് ഒട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ആ സൈഡൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. കുറുകി വരുന്നിടത്തോളം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറ്റിയിട്ട് ഇത് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പാൽ ഏകദേശം ഈ ഒരു രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കും ഈ ഒരു രീതിയിലായി കിട്ടാൻ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് പാൽപ്പൊടി വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ പാൽപ്പൊടിയിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു പാഡഡ് റെസിപ്പി കുറേ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് ഈ സ്വീറ്റിന്. ഇനി കൂടുതൽ മധുരം വേണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചേർക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് വരും. അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരണം. ഈ സമയത്ത് ഇതിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഇനി ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ബർഫിയുടെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമ്മൾ കുറച്ച് സമയം കൂടി ഇത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതൊരു പാൽക്കോട് ടെക്സ്ചറിലേക്ക് മാറും. സ്പൂൺ വെച്ച് കഴിക്കാവുന്ന ഒരു പരുവത്തിലാവും. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. നമ്മളിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതെടുക്കുന്നത്. ഈ സമയത്ത് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ളതല്ല. നമുക്ക് പാലിൻ്റെ ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഏലക്കപ്പൊടി ഒന്നും ചേർക്കണമെന്നില്ല. ശരിക്കും പാലും പഞ്ചസാരയും മാത്രം മതി ഈ ഒരു സ്വീറ്റിന്. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ആ പാത്രം നമ്മൾ ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. പാത്രത്തിൽ കുറച്ച് നെയ്യോ ബട്ടറോ തടവിയിട്ട് വെച്ചിട്ടുണ്ടാവണം. ഞാൻ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറും കൂടി വെക്കുകയാണെങ്കിൽ അത് സെറ്റായി കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ്.
സെറ്റ് ചെയ്യാൻ ഇതുപോലുള്ള പാത്രമൊന്നും വേണമെന്നില്ല. നമ്മൾ സാധാരണ ഒരു പ്ലേറ്റ് എടുത്താലും മതി. എന്നിട്ട് സ്പാറ്റിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കയ്യിൽ ആദ്യം കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ചൂടാറിനടുത്തോളം അത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അതിന് ശേഷം ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് നട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും, അതുപോലെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും നട്ട്സും കൂടി ചേർക്കുമ്പോൾ. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് അത് നന്നായിട്ട് സെറ്റായിട്ട് കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഫ്രീസറിൽ എടുത്ത് വെച്ചാലും മതി. അതിന് ശേഷം നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. കണ്ടില്ലേ, അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ മിൽക്ക് പേടൊക്കെ കഴിക്കുന്ന രീതിയിൽ തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്